ചില കഥകൾ വളരെ ശാന്തമായി തുടങ്ങും. ഒരു വലിയ ശബ്ദമില്ലാതെ, ഒരു വലിയ സംഭവങ്ങൾ ഒന്നുമില്ലാതെ. രൂത്തിന്റെ പുസ്തകം ഇതുപോലെ തന്നെയാണ് തുടങ്ങുന്നത്. ഒരു ചെറിയ കുടുംബം, ഒരു സാധാരണ കുടുംബം. ഒരുപാട് സ്വപ്നങ്ങളൊന്നും അവർക്കില്ല. വളരെ ശാന്തമായ, സന്തോഷമുള്ള ഒരു കുടുംബമായിരുന്നു അത്. പക്ഷേ ഒരു ദിവസം അവരുടെ നാട്ടിൽ വലിയ ക്ഷാമമുണ്ടായി. ഭക്ഷണം കുറയുവാൻ തുടങ്ങി. ജീവിതം ബുദ്ധിമുട്ടായി തുടങ്ങി. നാളെ എന്താകും എന്ന ഭയം അവരെ അലട്ടുവാൻ തുടങ്ങി. അപ്പോൾ അവിടെയുള്ള ഒരു കുടുംബം ഒരു തീരുമാനമെടുത്തു. ഇനി ഇവിടെ നിന്നാൽ ജീവിതം പോകില്ല, അതുകൊണ്ട് മറ്റൊരു നാട്ടിലേക്ക് പോകാം. അങ്ങനെ അവർ വേറൊരു നാട്ടിലേക്ക് പോയി. അവർ കരുതിയത് അവിടെ പോയാൽ എല്ലാം ശരിയാകും എന്നായിരുന്നു. ചിലപ്പോഴൊക്കെ ജീവിതം നാം കരുതുന്നത് പോലെ മുന്നോട്ടു പോകണം എന്നില്ല. ഇവിടെ മറ്റൊരു നാട്ടിലേക്ക് പോയ ആ കുടുംബം പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും എന്നോർത്താണ് അവർ അവിടേക്ക് പോയത്. എന്നാൽ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവിടെയും ചില വേദനകൾ അവരനുഭവിച്ചു. ആ സ്ത്രീയുടെ ഭർത്താവ് ആദ്യം മരിച്ചു. പിന്നെ 2 മക്കൾ മരിച്ചു. അവസാനം ഒരു സ്ത്രീ മാത്രം ബാക്കി. അവളുടെ പേര് നവോമി എന്നാണ്. ഒരു ദിവസം അവൾ ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഇത് ഒരു ബൈബിൾ കഥ മാത്രമല്ല കേട്ടോ, ഇത് നമ്മുടെ ജീവിതത്തിലെ ഒരു അനുഭവങ്ങളാണ്. നമ്മിൽ പലർക്കും ഒരിക്കലെങ്കിലും ഇങ്ങനെ തോന്നിയിട്ടുണ്ട്, എന്തിനാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ സംഭവിക്കുന്നത് എന്ന്. ഒരുപക്ഷെ ജോലി നഷ്ടപ്പെടാം, നാം വിശ്വസിച്ച ആളുകളൊക്കെ നമ്മെ വിട്ടുപോകാം, നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ കാര്യങ്ങളൊന്നും നടക്കാതെ വരാം, ഓരോന്നോരോന്നായി പ്രതീക്ഷിക്കാത്ത തകർച്ചകളുണ്ടാകാം. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ ചോദിക്കും, ഇത് എൻ്റെ ജീവിതം തന്നെയാണോ? നവോമിക്കും അങ്ങനെ തന്നെയായിരുന്നു അവളുടെ മനസ്സിലുണ്ടായ ചിന്ത. എന്നാൽ അവളൊരു വലിയ തീരുമാനമെടുത്തു. ഞാൻ തിരിച്ചു പോകും എൻ്റെ നാട്ടിലേക്ക്, ബെത്ലഹേമിലേക്ക്. ഇത് ഒരു സാധാരണ യാത്രയായിരുന്നില്ല. ഇത് ഒരു സ്ത്രീയുടെ തകർന്ന ഹൃദയം വീണ്ടും ജീവിപ്പിക്കുവാൻ ശ്രമിക്കുന്ന യാത്രയാണ്. അവൾ തിരിച്ചു പോകുവാൻ തുടങ്ങുമ്പോൾ അവളുടെ കൂടെ രൂത്ത് എന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. നവോമി അവളോട് പറഞ്ഞു, നീ തിരിച്ചു പോ, എൻ്റെ കൂടെ വരാൻ നിന്നാൽ നിനക്കും കഷ്ടം വരും. പക്ഷെ രൂത്ത് പോയില്ല. രൂത്ത് ഒരു വാക്ക് പറഞ്ഞു, നീ പോകുന്നിടത്ത് ഞാനും പോകും. ആ വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു വലിയ സത്യം, ജീവിതം തകരുമ്പോൾ നമ്മെ രക്ഷിക്കുന്നത് പണം മാത്രമല്ല, മറിച്ച് ബന്ധങ്ങളാണ് എന്നതാണ്. നവോമി ബേത്ലഹേമിലേക്ക് മടങ്ങിയപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ നിറഞ്ഞവളായി പോയി, ഇപ്പോൾ ഇതാ ശൂന്യമായി മടങ്ങിവരുന്നു. ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മിൽ പലർക്കും ഒരുപക്ഷെ സ്വന്തം ജീവിതാനുഭവങ്ങളായിരിക്കാം ഓർമ്മ വരുന്നത്. ചിലപ്പോൾ നമുക്കും അങ്ങനെ തോന്നും. പുറത്ത് നമ്മൾ ചിരിക്കും, നമ്മുടെ ഉള്ളിൽ വേദനയും ശൂന്യതയുമായിരിക്കും. പക്ഷെ ഈ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. രൂത്തിന്റെ പുസ്തകം നമ്മളോട് പറയുന്നത്, ശൂന്യമായ ജീവിതം അവസാനമല്ല, അതൊരു പുതിയ തുടക്കമാണ് എന്നതാണ്. ഇതൊരുപക്ഷെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളോട് തന്നെ പറയുന്നത്, ഞാൻ ശൂന്യതയിൽ ആണ്, ഞാൻ നിരാശയിലാണ്, ഞാൻ എന്തു ചെയ്താലും എൻ്റെ ഈ ജീവിതത്തിന് മാറ്റമുണ്ടാകുകയില്ല എന്നായിരിക്കാം. എന്നാൽ ശൂന്യമായ ജീവിതം ഒരവസാനമല്ല, അതൊരു പുതിയ ആരംഭമാണ്. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988-22-1957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.